Hello friends, welcome back to another video from Study History with me. Ancient Sanskrit ലിറ്ററേച്ചറിൻ്റെ സീരീസിലെ മറ്റൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ രണ്ട് ഓതേഴ്സിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ബാണഭട്ടയും മറ്റൊന്ന് മൗര്യഭട്ടയും. ബാണഭട്ട എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഹർഷചരിതം. ഹർഷവർദ്ധന എന്ന രാജാവിൻ്റെ കോർട്ട് പോയിട്ട്, അതായത് ആസ്ഥാന കവിയായിരുന്നു ബാണഭട്ട. ഹർഷചരിത എന്ന വേർഡിൻ്റെ ലിറ്ററൽ മീനിങ് ആണ് ഡീഡ്സ് ഓഫ് ഹർഷ. ഇതൊരു പോയറ്റിക് പ്രോസ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്. വളരെ ഓർണേറ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണിത് എഴുതിയിട്ടുള്ളത്. ഹർഷചരിതയിലുള്ള ഹർഷവർദ്ധന എന്ന കിങ് പുഷ്യഭൂതി ഡൈനാസ്റ്റിയിൽ നിന്നുള്ള കിങ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ആയിട്ടുള്ള ഈ ഒരു കൃതി 8 ചാപ്റ്റേഴ്സായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ ചാപ്റ്റേഴ്സിനെ ഇതിൽ വിളിക്കുന്നത് ഉച്ഛ്വാസാസ് എന്നാണ്. ഹർഷവർദ്ധനെ വളരെയധികം പുകഴ്ത്തി പറയുന്നൊരു കൃതി കൂടിയാണ് ഇത്. ഇതിൽ ഹിസ് എംപതി ഫോർ ദ പുവർ ഇൻ ഹംപിൾ ആൻഡ് ഹിസ് റെപ്യൂട്ടേഷൻ ആസ് ദ മാസ്റ്റർ ഓഫ് അക്യൂട്ട് ഒബ്സർവേഷൻ എന്നൊക്കെ ഇദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട്. ബാണഭട്ട എഴുതിയിട്ടുള്ളൊരു മറ്റൊരു കൃതിയാണ് കടമ്പരി. കടമ്പരി ഒരു റൊമാൻറ്റിക് നോവലാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സാണ് ചന്ദ്രപീഡയും കടമ്പരിയും. ഗുണധ്വസിൻ്റെ ബൃഹത് കഥകളിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതായിരിക്കാം ഈ സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. സിമിലർ സ്റ്റോറി നമുക്ക് സോമദേവയുടെ കഥാസാരിത സാഗരയിലും കാണാൻ സാധിക്കും. ബാണഭട്ട എഴുതി പകുതിയാക്കിയിരുന്ന ഈ ഒരു കൃതി കംപ്ലീറ്റ് ചെയ്തത് ബാണഭട്ടയുടെ മകനായിട്ടുള്ള ഭൂഷണഭട്ടയാണ്. കന്നഡയിലും മറാത്തിയിലൊക്കെ കടമ്പരി എന്ന ടേം ഒരു ജനറിക്കായിട്ട് റൊമാൻറ്റിക് നോവൽ, അതായത് റൊമാൻസ് നോവൽ എന്ന ഒരു വേർഡിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബാണഭട്ടയുടെ കൃതികൾ നമുക്കൊന്ന് ക്വിക്കായിട്ട് ഓടിച്ചു വിടാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹർഷചരിത. അതിൽ തന്നെയുണ്ട് ലിറ്ററലി ഹർഷൻ്റെ ചരിത്രം, അതായത് ഡീഡ്സ് ഓഫ് ഹർഷ. ഹർഷ എന്ന് പറയുന്നത് ആരാണ്? പുഷ്യഭൂതി ഡൈനാസ്റ്റിയിലുള്ള കിങ് ആണ് ഹർഷവർദ്ധന. ഇതൊരു പോയറ്റിക് പ്രോസ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്. വളരെ ഓർണേറ്റ് ആയിട്ടുള്ളൊരു പോയം കൂടിയാണ്. ഇതിൽ 8 പാർട്സാണ്, അതായത് ചാപ്റ്റേഴ്സാണ് ഉള്ളത്. നെക്സ്റ്റ് കൃതിയാണ് കടമ്പരി. കടമ്പരിയിലുള്ള ക്യാരക്ടറാണ് ഒരു കടമ്പരിയും ചന്ദ്രപീഡയും. ഇതും ഓർണേറ്റ് കാവ്യ സ്റ്റൈലിലുള്ളതാണ്. ഇതൊരു റൊമാൻറ്റിക് നോവലാണ്. ഇത് കന്നഡയിലും മറാത്തിയിലൊക്കെ കടമ്പരി എന്ന ടേം യൂസ് ചെയ്യുന്നത് റൊമാൻറ്റിക് നോവൽ എന്നാണ്. പക്ഷേ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ മകനാണ് ലേറ്റർ ഈ കൃതി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഓതർ മൗര്യഭട്ടയാണ്. മൗര്യഭട്ട എന്ന് പറയുന്നത് ബാണഭട്ടയുടെ ബ്രദർ ഇൻ ലോ ആണ്. ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് സൂര്യസടക. സൂര്യനെക്കുറിച്ചുള്ള ഒരു കൃതിയാണിത്. സെഞ്ച്വറി ഓഫ് സ്റ്റാൻസാസ് ഇൻ പ്രൈസ് ഓഫ് ദ സൺ. സൂര്യനെ സ്തുതിക്കുന്ന പോലത്തെ ഒരു കൃതിയാണ് സൂര്യസടക. ഇതിൽ മൊത്തം 100 വേഴ്സസ് ആണ് ഉള്ളത്. ഈ ഒരു കൃതി എഴുതിയതുകൊണ്ട് സൂര്യൻ്റെ ഒരു കൃപ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ലെപ്രോസി മാറി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹർഷചരിത ദ ഡീഡ്സ് ഓഫ് ഹർഷ വിച്ച് ഇസ് ദ ബയോഗ്രഫി ഓഫ് ഇന്ത്യൻ എംപറർ ഹർഷ വാസ് റിട്ടൺ ബൈ. കറക്റ്റ് ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ് ബാണഭട്ട. In which language did Banabhatta compose Harshacharita? Correct answer is Sanskrit. Which of the following is an ancient book written by Banabhatta? Correct answer Kadambariyana. Banabhatta, well known for his literary works, flourished during the reign of dash. Correct answer is fourth option Harshavardhana.